ഇന്നിപ്പോ രാവിലെ കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കിയതിനു ശേഷം തിരിച്ചു വന്ന് അമ്മുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. വയറിരിക്കണ്ട് പാത്രം കഴുകുമ്പോ തീരെ വയ്യ. അവിടെ വെച്ചാൽ ഞാൻ കഴിക്കോളാം. എനിക്ക് വയ്യ. അന്ന് ബുക്ക് ചെയ്തതായിരുന്നു, പൈസ ഒക്കെ അടച്ചതായിരുന്നു. പക്ഷെ അവര് പറയണു ബുക്ക് ആയിട്ടില്ല, എല്ലാം ഫുള്ളായി. അവിടെ മുട്ട ഇല്ല, ചപ്പാത്തി ഇല്ല, ഒരു സാധനം ഇല്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, മീൽസ് കഴിച്ചില്ലേ? കഴിക്ക്, മുട്ട കഴിക്ക്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ രാവിലെ കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കിയതിനു ശേഷം തിരിച്ച് വന്ന് അമ്മുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഇന്ന് 5th മന്തിൽ അനോമലി സ്കാൻ എന്ന് പറയുന്ന സ്കാൻ ഉണ്ട്. കുട്ടിയുടെ ഗ്രോത്ത് എന്തായി, കുട്ടിയുടെ വളർച്ച എങ്ങനെയുണ്ടെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്കാനാണ്. ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ റിപ്പോർട്ടും കൂടി വന്നു കഴിഞ്ഞാൽ സമാധാനമായി. എന്നോട് നല്ല എന്തുമാതിരി അവള് പെരുമാറുക അറിയാം. അങ്ങനെയാണ്, അങ്ങനെ കുട്ടികളുണ്ടാവില്ല. നിയന്ത്രണത്തില ഓളുന്നതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നെ. ഞങ്ങളുടെ അടുത്ത് ലോക കച്ചറയാണ്. അതുണ്ടാവും സാർ. അമ്മയുടെ അടുത്ത് വാവക്കുട്ടി ഭയങ്കര ഡീസന്റ് ആൻഡ് ജെന്റിൽ വാവയാണ്, അറിയോ? നല്ലത് ചെങ്ങനെ നല്ലൊരു കുട്ടി ഉണ്ടാവും. അങ്ങനെ ഒരു നല്ല കുട്ടി ലോകത്തുണ്ടാവില്ല എന്ന് അവർക്കറിയാം. അവരാൾക്കാരെ അടുത്ത് എങ്ങനെ നിക്കണം എന്നുള്ളത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ലടാ, വരട്ടില്ല, ഒന്നും. അമ്മ വരട്ടില്ല, ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ കട അവള് പറഞ്ഞതുപോലെ കേട്ട് കഥയും കേട്ടിരുന്ന് ഭക്ഷണം കഴിച്ച് ഈസി ആയിട്ട് വീട്ടിൽ പോകും. നമ്മളെ അടുത്ത് മാത്രമേ കളിക്കാൻ നിൽക്കുള്ളൂ, ഫുൾ ഫ്രീഡം. പിന്നെ മുത്തച്ഛന്റെ അടുത്താണ് അടുത്തത് ഫുൾ ഫ്രീഡം. എന്നോട് മുണ്ടാതെ പോയി കിടക്കും. ഞാൻ വന്നപ്പോ പാത്രം കഴുകി വരുമ്പോഴേക്കും ഉണ്ടാവും ഉറങ്ങിയിട്ട്. അതാണ് കുട്ടി. പിന്നെ എന്തിനാ എന്നോട് ഈ കഥയൊക്കെ പറഞ്ഞിരുന്നു? ഞങ്ങളെ കൊണ്ട് മേക്കാൻ ഭയങ്കര പാടാ. അല്ലെങ്കിൽ മുത്തശ്ശിക്കും മുത്തശ്ശന്മാർക്കൊക്കെ ഭയങ്കര ഈസിയാണ്. ഇന്ന് വരുവോ? വേണ്ട, അപ്പൊ പിന്നെ എങ്ങനെ വാവ കയറുക? വയറിരിക്കണ്ട് പാത്രം കഴുകുമ്പോ തീരെ വയ്യ. ഒന്നാമത്തെ ഹൈറ്റും ഇല്ല. ഭയങ്കര ഹൈറ്റാണ് പാത്രം കഴുകുന്ന സ്ഥലം. ആ സിങ്കിന്റെ അടുപ്പൊക്കെ ഹൈറ്റും എനിക്ക് കുറവാണ്. വയറാണെങ്കിൽ ഭയങ്കര ഇടിക്കുന്നുണ്ട്, ഭയങ്കര പെയിൻ. പാത്രം കഴുകി വരുമ്പോഴേക്കും ഒരു വഴിയാവും. അവിടെ വെച്ചാൽ ഞാൻ കഴിക്കോളാം. എനിക്ക് വയ്യ. സമാധാനം എന്താ ചോദിക്കുകയാണെങ്കിൽ, മഴക്കാറാണ്, വെയിലില്ല. ഇന്ന് അമ്മയ്ക്ക് കഞ്ഞിയും കാപ്പിയാണ് ഭക്ഷണം. പിന്നെ വേണമെങ്കിൽ നാളികേര ചട്ടനിയും തക്കാളി ചട്ടനിയും. ഇന്നലത്തെ കഞ്ഞിയല്ലേന്നു? അത് മതി. ഇനിയിപ്പോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട. ഇനി വെച്ചിട്ടുമില്ലെന്ന്. ചോറും വെച്ചില്ല. ദോശ ഉണ്ടാക്കി കഴിച്ചോളൂ. ഞാൻ കുറച്ച് കഴിയട്ടെ, അത് കഴിക്കട്ടെ. ഇന്നലത്തെ കഞ്ഞി ഇന്നലെ രാത്രി അധികം ചോറുണ്ടാക്കി കഴിച്ചിട്ടില്ല, ബാക്കി വെച്ചിട്ടില്ലല്ലേ. ആ സാധനം എന്താ രാവിലേക്ക് ഉപകാരമായി കേട്ടോ. അമ്മ ഒരുങ്ങി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് എന്തോ ചെറിയ ചെറിയ മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. ഞാൻ നേരെ ബാത്റൂമിൽ പോയി കുളിച്ചു, ഒരു കക്കക്കുളി പാസ്സാക്കി തിരിച്ചു വന്നു. അമ്മുവിൻ്റെ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതാണ് ആണുങ്ങളുടെ പവർ. ഇന്ന് വൈകുന്നേരം വരെ ഇതുപോലെ മഴക്കാറ് മൂടിയിട്ടിരിക്കണേ, എങ്കിൽ നല്ല സുഖമായിട്ട് പോയി വരാം. ഇല്ലെങ്കിൽ കുടുങ്ങും. വാവക്കുട്ടീനെ കൊണ്ട് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇരിക്കണം. ഫൈനലി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. അന്ന് ബുക്ക് ചെയ്തതായിരുന്നു, പൈസ ഒക്കെ അടച്ചതായിരുന്നു. പക്ഷേ അവർ പറയണു ബുക്കായിട്ടില്ല, എല്ലാം ഫുള്ളായി. ഇന്ന് സ്കാൻ എടുക്കാൻ പറ്റില്ല, ഇനി ചൊവ്വാഴ്ച വരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. ഇപ്പോൾ ചൊവ്വാഴ്ച വരണം എന്ന് എഴുതിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നൊക്കെ തീർക്കാറുള്ള എക്സ്റേ, ECG, എക്കോ സാധനങ്ങൾ, സ്കാനിങ് എല്ലാം ഇന്ന് തന്നെ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടല്ലേ പോയത്. അത് വലിയ അവസ്ഥയിൽ ബുക്ക് ചെയ്തു, അവർ സമയം എഴുതി തന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായേ. അപ്പോയിൻമെന്റ് ഉണ്ട്, നിങ്ങൾ പേ ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞു. പേ ചെയ്തിട്ട് വന്നപ്പോൾ അപ്പോയിൻമെന്റ് ഉണ്ട്, ഓക്കെ എന്ന് പറഞ്ഞു. സമയം എഴുതി തരണ്ടേ. ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മൾ പോകുമ്പോൾ അവള് കാത്തിരിക്കില്ലേ? ഏതായാലും ആ സമയം തന്നെ ആവുള്ളൂ. ഒരു ഹാഫ് ആൻ അവർ ആവുമെന്ന് പറയുന്നു. ഇപ്പം തന്നെ 12 മണി, 12:30 ആവും തുടങ്ങാൻ. എല്ലാം ഇതാക്കി കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ മറ്റേ ഡോക്ടറെ കാണണം. ആയമയും 2 മണി എന്നാ പറയാ. അവിടെ മുട്ട ഇല്ല, ചപ്പാത്തി ഇല്ല, ഒരു സാധനം ഇല്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, മീൽസ് കഴിച്ചില്ലേ? മീൽസ് മാത്രമേ ഉള്ളൂ. അതിൽ ഫൈബർ കണ്ടന്റ് ഉണ്ടായിരുന്നു. അതിൽ പ്രോട്ടീൻ ഇല്ലല്ലോ. പ്രോട്ടീൻ നമുക്ക് പോകുമ്പോൾ വാങ്ങിച്ചാൽ പോരെ. എന്താ പ്രോട്ടീൻ വാങ്ങിക്കുക? മുട്ട. അല്ലാതെ ഈവനിങ്ങില് ഉണ്ടാക്കി കഴിച്ചാലും മതിയല്ലോ. ഈവനിങ്ങില് പിന്നെ ഏട്ടന്റെ വക ഒരു ചിക്കൻ, ഗ്രിൽ ചിക്കൻ വാങ്ങി ആയാലോ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഏട്ടന്റെ വക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണം, റിപ്പോർട്ട് വാങ്ങിക്കാം. എന്താ സുഖം. ഇതിനും വേണപ്പാ ഭാഗ്യം ചെയ്യാൻ ആസ്പത്രിയിൽ കിടന്ന് ഉറങ്ങാൻ.
ഞങ്ങൾ വാവക്കുട്ടിയുടെ സ്കൂളിലേക്ക് എത്തി. കുട്ടീനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പോണ വഴിക്ക് അവള് പറഞ്ഞ പോലെ ബിരിയാണി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാലോ. അമ്മുണ്ട് കൂടെ. വാവക്കുട്ടിക്ക് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വേണ്ടെങ്കിൽ വീട്ടിൽ പോവാം. ബാറ്ററി 200 രൂപ എത്ര കൊടുക്കോ? പറ്റില്ല. കഴിക്ക്, മുട്ട കഴിക്ക്. അയ്യോ ആവ് കഴിക്കേ. വെറുതെ അല്ല, 2 വീട് അപ്പുറത്തുനിന്നേ അറിയുന്നുണ്ട്. അതിനെന്താ മുളക് വറുത്തതിൻ്റെത്. ഇത് 2 വീട് അപ്പുറത്തുനിന്ന് തന്നെ അറിയുന്നുണ്ട്. അറിയാം മുളക് വറുക്കണതിൻ്റെത് കുറയ്ക്കാൻ വരുന്നുണ്ട്. അയ്യേ മുളക് മൊത്തം എടുത്താല് കൂട്ടാനൊന്നും ഇല്ലേ? മുളക് നല്ലത് കൂട്ടാനൊക്കെ എന്ത് ചെയ്യും? ഇത് കൊള്ളത്തില്ല, അത്ര വലിയ എരിവൊന്നും ഇല്ലാത്ത തല്ലിപ്പൊളി സാധനം. ചപ്പ് ചപ്പ് പോലെ മുളക് കൂട്ടാനിപ്പോ എന്റെ കൂട്ടിട്ട് കഴിക്കണം. പച്ചമുളക് ഇല്ലേ കുറച്ചെടുത്ത് വറുത്താ അതിനെന്താ വറുത്തതെടുത്തൂടെ? എന്നാലും അങ്ങനെയാണെങ്കിൽ അയ്യേ നന്നാവൂലേ. ഹോസ്പിറ്റലിലെ പോക്കും നമ്മുടെ വാവക്കുട്ടിയായിട്ട് ഫുഡ് കഴിക്കാനുള്ള കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 5:30 5:45 നേരം. ഇന്നത്തെ വർക്കൊക്കെ പെൻഡിങ് ആണ്. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാൻ തുടങ്ങണം. എന്താ ഉറങ്ങ? ഒരു ഉറങ്ങല് കഴിഞ്ഞോ? വായോ? ഇവർക്ക് നാളെ സ്കൂളില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ പതുക്കെ തോന്നുമ്പോ ഉറങ്ങിയ പോരെ. എനിക്ക് വീഴാൻ പോണു, ക്ഷീണിച്ചിട്ട്. അർജന്റായിട്ട് കിടന്നുറങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എവിടെ കണ്ണാടി വെച്ചേ? എവിടെ എവിടെ വെച്ചിരിക്കണേ? അച്ഛനെ അറിയില്ലല്ലോ. പറ, എവിടെ കണ്ണാടി? അമ്മ അതെടുക്കാൻ പോയിട്ടുണ്ട്. പുറക്കത്തുനിന്ന് എണീപ്പിച്ചെന്റെ ദേഷ്യമാണ്. ദിവസപ്പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കുള്ളത് കൂടി ഒന്നും ഉണ്ടാക്കാൻ വന്നിടണം. ഇല്ലേ അമ്മു? ഇന്ദ്രനീലിമയോരും ഈ മിഴിപ്പൊയ്കകളിൽ. വാവക്കുട്ടി നായനെ ഇവിടെ വെച്ചിട്ട് പോയിരിക്കുക. ഈ നായനെ കൊണ്ട് വേണം ഇപ്പം മുകളിൽ കയറി കൊണ്ടുപോകാൻ. അതിൻ്റെ മുകളിലൊക്കെ കൂട്ടാനാക്കി വെച്ചിട്ടുണ്ട്, കാലിൻ്റെ മുകളിൽ. കണ്ട രാത്രി മുടിയൊക്കെ നേരെയാക്കിയിട്ട് മേഡം എങ്ങോട്ടാണാവോ? രാത്രി കിടക്കുമ്പോ മുഖം മുടി എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് കിടക്കുക. ഇത് ചിക്ക് എടുക്കും, ഡീടാങ്കിൾ ചെയ്യും, എണ്ണ ഓയിലൊക്കെ. മോർണിംഗ് ഓയിൽ വെച്ചാൽ മുഖത്തിൽ ഫേസിൽ അങ്ങനെ ഓയിൽ ഒഴിക്കും. അല്ല, ഞാൻ നിങ്ങളോട് മിണ്ടില്ല. മിണ്ട മാട്ടേ? വേണ്ട. പേസ മാട്ടിയാ? എന്നാച്ച്? എന്താ അറിയില്ലേ? ചോറിഞ്ഞിട്ട് വന്ന് മിണ്ടണ. മിണ്ടണം. ഞാൻ മിണ്ടില്ല. ജീവിതകാലത്തിൽ ഇയാളടുത്ത് മിണ്ടാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വില്ലേക്ക് ഇട്ട് എനി ചാൻസ്. ഓർമ്മിപ്പിക്കല്ലേ. അല്ല, എന്താ നായ എങ്ങനെ പോയിട്ട് വാവക്കുട്ടിയുടെ മേത്തേക്ക് ചാടണ? പറയാ. അയ്യോ, ഫാൻ ഓഫ് ആക്കട്ടെ. ഫാൻ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ പറയണതൊന്നും കേൾക്കില്ല. നായനെ പിടിച്ചോണ്ടിരിക്കാണ്ട് വാ, വീഡിയോ എന്ത് ചെയ്യാൻ വാ. സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ചാനൽ വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ എന്ത് വർത്താനം പറയും? കഥ പറച്ചിലൊന്നും ഇല്ലേ? സോറി. വേണ്ട, കുഴപ്പമില്ല, ഞാൻ നാളെ പറയാം. അവള് കഥ പറയാൻ മറന്നുപോയടാ. ഇല്ലെങ്കിൽ ഉണ്ടാക്കി വരെ കഥകളൊക്കെ പറയണതാണ് ആള്. അത് കേൾക്കാനാ ഞാൻ വെച്ചത്.